കർപ്പൂര ദീപവും ധൂപവും നാഗാരാധനയും എന്നൊരു വിഷയമുണ്ട്. കർപ്പൂരപ്പൊടി ഒരു കാലത്ത് ലഭിക്കുമായിരുന്നു, പൊടിച്ചിട്ട കർപ്പൂരം. ഇന്നിപ്പം ധാരാളം പാക്കറ്റുകൾ വരുന്നുണ്ട്. അതുപോലെ പഴയ കാലത്ത് ധൂപം അല്ലെങ്കിൽ പുക വരുന്നതിന് അഷ്ടഗന്ധം ആണ് ഉപയോഗിച്ചിരുന്നത്. ശുദ്ധമായ അഷ്ടഗന്ധമൊക്കെ പണ്ട് ധാരാളം ഉണ്ടായിരുന്നു. ഏതായാലും പഞ്ചോപചാരയിൽ ജലഗന്ധ പുഷ്പ ധൂപദീപ നൈവേദ്യാദികളെ കൊണ്ട് ചെയ്യുന്ന പഞ്ചോപചാര പൂജയിൽ കാവിൽ നടത്തുമ്പോൾ ധൂപം വളരെ പ്രധാനമാണ്. കാവുകളിലെ എക്കോളജിക്ക് അഥവാ പ്രകൃതിക്ക് ദോഷകരമായ ചില പ്രത്യേകമായ ഒരു സാന്നിധ്യങ്ങളുണ്ട്. അത് വളരെ ഉപദ്രവം ചെയ്യുന്ന പ്രാണികളോ അല്ലെങ്കിൽ മറ്റ് വിപരീതമായ സാന്നിധ്യങ്ങളോ ആകാം. അതിനെ അവിടെ നിന്ന് അകറ്റുന്നതിന് നല്ല രീതിയിലുള്ള അഷ്ടഗന്ധ ധൂപം ഉപയോഗിക്കുന്നത് പ്രയോജനകരമാണെന്നുള്ള ഒരു പ്രാചീന വിശ്വാസമുണ്ട്. ഇനി അടുത്തെന്താ? കർപ്പൂര ആരാധന. അത് വൃക്ഷാരാധനയിൽ വളരെ പ്രധാനമാണ്. വൃക്ഷച്ചുവട്ടിൽ കർപ്പൂരം വെച്ച് ദീപം തെളിക്കൽ. വൃക്ഷത്തിൻ്റെ വേരിൻ ചുവട്ടിൽ പ്രത്യേകം ചെത്തിയൊരുക്കിയ ഭൂമണ്ഡലത്തിൽ ഓടിൻ കഷ്ണത്തിന്മേലോ അല്ലെങ്കിൽ അതുപോലെയുള്ള കൽക്കഷ്ണത്തിന്മേൽ അടുക്കടുക്കായിട്ട് കർപ്പൂരം വെച്ച് ദീപം ജ്വലിപ്പിച്ച് അവിടെ മണിയടിച്ച് പ്രാർത്ഥന നടത്തുന്നത് വളരെ പ്രാചീനമായ ഒരു ഘട്ടത്തിൽ നടന്നു പോന്നിരുന്ന വൃക്ഷാരാധനയുടെ ഒരു ഘടകമാണ്. അത് സർപ്പക്കാവുകളിലും മറ്റ് കാവുകളിലുമൊക്കെ ഇപ്പോഴും തുടരുന്നുണ്ട്. അത് വളരെ ഗുണകരം തന്നെയാണ്.